ആത്മീയ ഭൗതിക മണ്ഡലങ്ങളിൽ അഭിവക്ത കോതമംഗലം രൂപത സ്വന്തമാക്കിയ ഉണർവിന്റെ ചരിത്രം 3 പതിറ്റാണ്ട് കാലത്തിലേറെ അതിന്റെ അമരക്കാരനായിരുന്ന ഒരു ഇടയന്റെ ചരിത്രം കൂടിയാണ്. ക്രിസ്തുവിന്റെ സുവിശേഷ വഴികളെ ജീവിതത്തിൽ പകർത്തി കാലത്തിന്റെ ചുവരെഴുത്തുകൾ വായിച്ചെടുത്ത് അജഗണങ്ങളെയും അജപാലകരെയും സ്നേഹത്തിലും കൂട്ടായ്മയിലും നയിച്ച ഇടയശ്രേഷ്ഠൻ മാർ ജോർജ് പുന്നക്കോട്ടിൽ. രൂപതയിലെ വിശ്വാസ സമൂഹത്തിന് ശക്തമായ ആത്മീയ നേതൃത്വം നൽകുന്നതിനോടൊപ്പം മലയോര മേഖലയിൽ വിദ്യാഭ്യാസം, ആതുരശുശ്രൂഷ, സാമൂഹ്യ സേവന രംഗങ്ങളിൽ വിപ്ലവകരമായ മുന്നേറ്റത്തിന് നേതൃത്വം വഹിച്ച വൈദിക ശ്രേഷ്ഠൻ എന്ന നിലയിലായിരിക്കും കാലം പ്രധാനമായും മാർ ജോർജ് പുന്നക്കോട്ടിലിനെ ഓർമ്മിക്കുന്നത്. തഴുവംകുന്ന് പുന്നക്കോട്ടിൽ ജോസഫ് മർത്ത ദമ്പതികളുടെ മകനായി 1936 സെപ്റ്റംബർ 13 അദ്ദേഹം ജനിച്ചത്. തഴുവംകുന്ന് LP സ്കൂൾ, കലൂർ UP സ്കൂൾ, വാഴക്കുളം ഇൻഫന്റ് ജീസസ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലെ പഠനത്തിന് ശേഷം 1953 ജൂണിൽ എറണാകുളം മൈനർ സെമിനാരിയിൽ ചേർന്ന് അദ്ദേഹം വൈദിക പരിശീലനം ആരംഭിച്ചു. ആലുവ കാർമൽഗിരി സെമിനാരിയിലും റോമിലുമായി അദ്ദേഹം തത്വശാസ്ത്ര ദൈവശാസ്ത്ര പഠനങ്ങൾ പൂർത്തിയാക്കി 1961 ഒക്ടോബർ 18 റോമിൽ വച്ച് വൈദിക പട്ടം സ്വീകരിച്ചു. റോമിലെ ബിബ്ലിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഗ്രിഗോറിയൻ സർവകലാശാല എന്നിവിടങ്ങളിൽ ഉപരിപഠനം നടത്തി ബൈബിളിൽ ഡോക്ടറേറ്റ് നേടി. തുടർന്ന് ന്യൂയോർക്കിലെ യൂണിയൻ തിയോളജിക്കൽ സെമിനാരിയിൽ ബൈബിളിൽ പോസ്റ്റ് ഡോക്ടറൽ റിസർച്ച് നടത്തി. 1974 അമേരിക്കയിലെ വാൻഡർബിൽറ്റ് സർവകലാശാലയിൽ ചേർന്ന് ഇന്റർനാഷണൽ റിലേഷൻസിൽ മാസ്റ്റർ ബിരുദം നേടി. തുടർന്ന് വീണ്ടും വടവാതൂർ സെമിനാരിയിൽ സേവനമനുഷ്ഠിക്കുന്നതിനിടെ 1977 ഏപ്രിൽ 24 കോതമംഗലം രൂപതയുടെ ദ്വിതീയ മെത്രാനായി അദ്ദേഹം നിയമിക്കപ്പെട്ടു. പ്രഥമ മെത്രാനായിരുന്ന അഭിവന്യ പോത്തനാമൊഴി പിതാവ് തുടങ്ങിവെച്ച സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ അദ്ദേഹം തുടരുന്നു. ജാതിമത ഭേദമന്യേ അഭിവക്ത കോതമംഗലം രൂപതയിലെ വിദ്യാർത്ഥികൾക്കായി സ്കൂളുകൾ കെട്ടിപ്പടുക്കുന്നതിനും ഉണ്ടായിരുന്നവ അപ്ഗ്രേഡ് ചെയ്ത് വിപുലപ്പെടുത്തുന്നതിനും പുന്നക്കോട്ടിൽ പിതാവ് പരമപ്രാധാന്യം നൽകി. ഹൈറേഞ്ചിലെ കുടിയേറ്റ കർഷകരുടെ മക്കളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായി സ്കൂളുകളും കോളേജുകളും ടെക്നിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അദ്ദേഹം തുടങ്ങി. 1982 മുരിക്കാശ്ശേരിയിൽ ആരംഭിച്ച പാവനാത്മ കോളേജ് ഹൈറേഞ്ച് മേഖലയിലെ വിദ്യാർത്ഥികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വലിയ മാർഗദീപമായി. 1000 ഏക്കറിൽ ജ്യോതിസ് ITCയും മൈലക്കൊമ്പിൽ സെന്റ് തോമസ് കോളേജ് ഓഫ് BEd ആൻഡ് MEdഉം അദ്ദേഹം സ്ഥാപിച്ചതാണ്. ഹൈറേഞ്ച് മേഖലയെ എല്ലാ തരത്തിലും വളർത്തുന്നതിനായി അക്ഷീണം പ്രയത്നിച്ച അദ്ദേഹം ഈ മേഖല സ്വയം പര്യാപ്തതയിലെത്തുന്നതിനായി ഇടുക്കി രൂപത രൂപീകരിക്കുന്നതിന് മുൻകൈയെടുത്തു. അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണവും നിശ്ചയദാർഢ്യവും 2003 മാർച്ച് 2 ഇടുക്കി രൂപത നിലവിൽ വരുന്നതിന് കാരണമായി. കർഷകരുടെയും കാർഷിക മേഖലയുടെയും പുരോഗതിക്കായി പുന്നക്കോട്ടിൽ പിതാവ് വിലപ്പെട്ട സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഹൈറേഞ്ച് മേഖലയിലെ തേയില കർഷകരുടെ ഉന്നമനത്തിന് കാൽവരി മൗണ്ടിൽ ജീവൻ ടീ ഫാക്ടറിയും, ക്ഷീരകർഷകരുടെ ഉന്നമനത്തിന് പരീക്കണ്ണിയിൽ ജീവ മിൽക്ക് ഫാക്ടറിയും സ്ഥാപിച്ചു. കുടിയേറ്റ കർഷകരുടെ അവകാശ പോരാട്ടങ്ങളുടെ നാൾ വഴിയിൽ എക്കാലത്തും അദ്ദേഹം കർഷകർക്കൊപ്പം നിലപാടുകൾ സ്വീകരിച്ചു. ഏറ്റവും ഒടുവിൽ രാജപാത തുറക്കുന്നതിനുള്ള ജനകീയ സമരത്തിന്റെ മുന്നണി പോരാളിയായി വരെ എത്തി നിൽക്കുന്നു അദ്ദേഹത്തിന്റെ കുടിയേറ്റ കർഷകരോടുള്ള കരുതൽ. ബൈബിൾ വിജ്ഞാനീയം, ദൈവശാസ്ത്രം, ചരിത്രം, ആരാധനാക്രമം, സാഹിത്യം എന്നിവയ്ക്കൊപ്പം ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങളിലും അവഗാഹം നേടിയ ആത്മീയ ആചാര്യനാണ് മാർ ജോർജ് പുന്നക്കോട്ടിൽ. KCBC ബൈബിൾ കമ്മീഷൻ, ബൈബിൾ സൊസൈറ്റി എന്നിവയുടെ ചെയർമാനായി സേവനം ചെയ്ത പുന്നക്കോട്ടിൽ പിതാവ് ആഗോള ശ്രദ്ധ നേടിയ ലോഗോസ് ക്വിസിന് തുടക്കം കുറിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച വ്യക്തിത്വമാണ്. CBCI വൈസ് പ്രസിഡന്റായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. തന്റെ ഇടയ ശുശ്രൂഷയുടെ കാലഘട്ടം അത്രയും ഇടുക്കിയോട്, പ്രത്യേകിച്ച് ഹൈറേഞ്ച് മേഖലയോട് പ്രത്യേക കരുതലും വാത്സല്യവും കാണിച്ച അഭിവന്ദ്യ പിതാവ് ഈ നാടിന്റെ സമഗ്ര വളർച്ചയ്ക്ക് നൽകിയ സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണ്. ഇടുക്കിയെ വളരെ സൂക്ഷിച്ച് കരുതലോടെ വളർത്തി വലുതാക്കി സ്വയം പര്യാപ്തതയിലേക്കെത്തിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോർജ് പുന്നക്കോട്ടിൽ പിതാവിന്
യൗവനത്തിന്റെ ചുറുചുറുക്കും അപാരമായ അറിവിന്റെ ദീപ്തിയും അനുഭവ സമ്പത്തിന്റെ കരുത്തും കൊണ്ട് അനുഗ്രഹീതമായ ഈ നവതിയുടെ നിറവിൽ അനുമോദനങ്ങളും ആയുരാരോഗ്യവും ഏറെ സ്നേഹത്തോടും പ്രാർത്ഥനയോടും കൂടി ആശംസിക്കുന്നു.